സ്വർഗീയ പിതാവിൻ്റെ യഥാർത്ഥ സ്നേഹം. ദൈവത്തിൻ്റെ സ്നേഹം അതിരുകളില്ലാത്തതും അചഞ്ചലമായതുമാണ്. അത് എത്ര വലുതാണെന്ന് നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. മനുഷ്യരായ നമ്മൾ സ്നേഹത്തെ വ്യവസ്ഥകളുമായി ബന്ധപ്പെടുത്താറുണ്ട്. അതായത് നമ്മൾ നേടിയെടുക്കുന്നതോ അർഹിക്കുന്നതുമായ ഒന്ന്. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം തികച്ചും വ്യത്യസ്തമാണ്. അത് നിരുപാധികമാണ്, ഒരിക്കലും അവസാനിക്കാത്തതാണ്. നമ്മൾ തിരിച്ചറിയാതെ ഇരിക്കുമ്പോഴും നമുക്ക് അർഹതയില്ലാതിരിക്കുമ്പോൾ പോലും അത് എപ്പോഴും നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ നന്മയും ഉയർച്ചയും ആഗ്രഹിക്കുന്ന സ്നേഹമാണ് ദൈവസ്നേഹം. നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത ദൈവിക സമാധാനവും ഭൗതികമായ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾക്കപ്പുറമുള്ള ഒരു ലക്ഷ്യവും ദൈവസ്നേഹം നമ്മിൽ നൽകുന്നു. എന്നിരുന്നാലും ഈ ദൈവിക സ്നേഹത്തിൻ്റെ ആഴം യഥാർത്ഥത്തിൽ അനുഭവിപ്പാൻ ദൈവത്തിന് കീഴടങ്ങേണ്ടതായിട്ടുണ്ട്. അതിനർത്ഥം കാര്യങ്ങൾ നിയന്ത്രിക്കുവാനുള്ള നമ്മുടെ ആഗ്രഹം, സ്വന്തം കഴിവിലുള്ള വിശ്വാസം, ജീവിതം എങ്ങനെ മുൻപോട്ട് പോകണം എന്നുള്ളതിനെക്കുറിച്ചുള്ള നമ്മുടെ മുൻധാരണകൾ എന്നിവയെല്ലാം ദൈവത്തിൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സമർപ്പണം ദൈവസ്നേഹത്തെ അതിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപത്തിൽ സ്വീകരിപ്പാൻ നമ്മെ തയ്യാറാക്കുന്നു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാൻ സുവിശേഷം 3:16 ഈ പ്രധാനപ്പെട്ട വാക്യം ദൈവസ്നേഹത്തിൻ്റെ ആത്യന്തികമായ പ്രവൃത്തിയെ വെളിപ്പെടുത്തുന്നു. തൻ്റെ പുത്രനെ യാഗമാക്കിയത് ഒരു സൗജന്യമായ സ്നേഹമാണ്, നാം നേടിയെടുത്തതല്ല. ദൈവത്തിനെ കീഴടങ്ങുന്നത് ബലഹീനതയുടെ അടയാളമല്ല, മറിച്ച് അത് വിശ്വാസത്തിൻ്റെ അഗാധമായ പ്രവൃത്തിയാണ്. നമ്മുടെ അറിവിനേക്കാളും ദൈവിക ജ്ഞാനം വളരെ വലുതാണെന്നും നമ്മോടുള്ള ദൈവത്തിൻ്റെ അതിരുകളില്ലാത്ത സ്നേഹത്തിന് അനുസരിച്ചാണ് ദൈവിക പദ്ധതികളും എന്ന് നാം അംഗീകരിക്കുക. അവൻ നമുക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. 1 പത്രോസ് 5:7. ഈ ക്ഷണത്തിന് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ലഭിക്കുന്ന സ്വാതന്ത്ര്യം മനോഹരമാണ്. യഥാർത്ഥത്തിൽ നമ്മെ കരുതുന്ന ഒരു പിതാവിൻ്റെ കരങ്ങളിൽ നമ്മുടെ ഭാരങ്ങളും ഉത്കണ്ഠങ്ങളും ഏൽപ്പിക്കുവാനുള്ളൊരു ക്ഷണം. ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ യഥാർത്ഥ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയുന്നു. അത് ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും നിറയുവാനുള്ള അവസരം നൽകുകയാണ്. നമ്മുടെ ഭയങ്ങൾ മറികടക്കുകയും നമ്മുടെ കഷ്ടപ്പാടുകളെ കൃപയ്ക്കുള്ള അവസരങ്ങളായി മാറ്റുകയും ചെയ്യുന്നു. ഗോഡ് ബ്ലെസ് യു.